എന്തായിരുന്നാലും നമുക്കറിയാം നമ്മുടെ മനുഷ്യരുടെ ജീവനാണ് നമുക്ക് വലുത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഈ ഫാക്ടറി വരുന്നിടത്തോളം കാലം ഞങ്ങൾ മുന്നോട്ട് പോകും, സമരത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. എന്തായാലും ഞങ്ങളുടെ നാട്ടുകാരും വീട്ടുകാരും കുടുംബാംഗങ്ങളും കുട്ടികളും അടക്കമുള്ള എല്ലാവരും ഈ സമരത്തിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞങ്ങളിപ്പോൾ ഈ 3 മാസത്തോളമായി ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രേഖയിൽ തന്നെ ഞങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് ഞങ്ങൾ അറിയുന്ന ഇടത്തോളം കാലം ഞങ്ങൾ ഇതിനൊരിക്കലും അനുമതി കൊടുക്കുകയില്ല. ഈ ഫാക്ടറിക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊരു പേപ്പർ വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ അതിന് കൊടുക്കാൻ തയ്യാറല്ല. ഫാക്ടറി വരുന്നതിന് ഞങ്ങളെല്ലാവരും ഈ നാടിൻ്റെ വിപത്താണ്. എടയൂർ പഞ്ചായത്തിൻ്റെ മുഴുവൻ ആളുകൾക്ക് ദോഷം വരുന്ന ഒരു ഫാക്ടറി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഞങ്ങൾ ഒരിക്കലും കൂടെ നിൽക്കുകയില്ല എന്ന് ഉറപ്പു നൽകുന്നു. തീർച്ചയായും നമ്മളെ ഒരു തുടക്കം എന്നുള്ള സമരമാണിത്. ഈ സമരത്തിൻ്റെ നോക്കിയാൽ അറിയാം സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം തന്നെ വളരെ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ട്. സാധാരണ സമരം എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമായ ആണുങ്ങൾ പങ്കെടുത്തുള്ള ഒരു സമരവും, പക്ഷേ ഇതൊരു നാടിനെ പ്രയാസത്തിലാക്കുന്ന ഒരു സമരമാണ് എന്ന് എൻ്റെ ബാക്കിൽ നിൽക്കുന്ന സഹോദരന്മാരെ മാത്രം നോക്കിയാൽ ഈ സമരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഇതിന് സമരമായിട്ട് നമ്മൾ മുന്നോട്ട് വന്നതാണ്. പിന്നെ പഞ്ചായത്തിന് അതിനിപ്പോൾ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പഞ്ചായത്തെ സംബന്ധിച്ച് ബിൽഡിംഗ് പെർമിറ്റുകൾ മാത്രമേ ഉള്ളൂ. മറ്റ് ലൈസൻസുകളൊക്കെ കെ-സ്മാർട്ട് ആയിട്ടാണ്. അപ്പോൾ ഒരു വ്യവസായം തുടങ്ങാൻ കെ-സ്മാർട്ട് മുഖാന്തരമാണ് എല്ലാ അപേക്ഷകളും സമർപ്പിക്കുന്നത്. 3 വർഷം കഴിഞ്ഞ ശേഷം മതി ഇവർക്കൊരു കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ 3 വർഷം കഴിഞ്ഞ് കെ-സ്മാർട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞ ശേഷമേ മറ്റ് നടപടികൾക്ക് പോകേണ്ടുള്ളൂ. അവർക്ക് അവരുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് തുടങ്ങാൻ ഇവരിങ്ങനെ ഒരു ആരംഭമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇവരായിട്ട് ഞങ്ങളിവിടെ 1-2 പ്രാവശ്യം മാർച്ച് നടത്തി. അതോടൊപ്പം തന്നെ പല രൂപത്തിൽ നമ്മൾ സമരവുമായി പോന്നപ്പോൾ അവർ ഞങ്ങളിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരു വക്കീലന്മാരുടെ കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതൊരു വക്കീലന്മാരുടെ കൂട്ടായ്മ. അവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ഇതൊരു കമ്പനി തുടങ്ങുന്നതെന്നാണ്. ഈ വക്കീലന്മാരുടെ 4-5 വക്കീലന്മാർ ഞങ്ങളായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നു. ഞങ്ങളപ്പോൾ അവിടെ കൂടി സംസാരിച്ചപ്പോൾ അവരോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് യാതൊരു കാരണവശാലും ഇതിവിടെ വരരുത്, ഞങ്ങൾക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. പല പ്രലോഭനങ്ങളും പേഴ്സണലായിട്ട് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി അവർ ഇപ്പോൾ 2 ആഴ്ച വരുമ്പോൾ ഈ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ 3-4 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു ഒരു ടൈം ഒന്ന് സംസാരിക്കാം. ഞാൻ പറഞ്ഞു എന്താണ് ആവശ്യം എന്ന് വെച്ചപ്പോൾ ഈ വിഷയമാണെങ്കിൽ ആ കമ്പനി മാറ്റുക എന്നുള്ളതാണ്, അല്ലാത്ത യാതൊരു ചർച്ചയില്ല. ആ ചർച്ചയ്ക്കാണെങ്കിൽ വരാം, അതിന് നമ്മളെക്കൊണ്ട് എന്തെങ്കിലും വേറെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സ്ഥലം മറ്റുള്ള വിറ്റുങ്ങൾക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ഇതിലെ ഞങ്ങൾ സംഘാടകരിൽ പോയപ്പോൾ ഈ മിച്ചഭൂമി പതിച്ചു കൊടുത്തതിലേക്കൊക്കെ റോഡുണ്ട്. ആ വഴിയടക്കം ഇവർ കൂട്ടിയിട്ട് കോമ്പൗണ്ട് ചെയ്താണ്. ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നിച്ചിരിക്കുകയാണ്. കാരണം ഇതൊരു പൊതു താല്പര്യത്തിന് വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനോ ഏതെങ്കിലും ഒരു കുത്തക മുതലാളിയുടെ താല്പര്യം സംരക്ഷിക്കാനോ ഉള്ള ഒരു ശ്രമമല്ല, മറിച്ച് ഈ രാജ്യത്തിൻ്റെ പൊതു താല്പര്യമാണ്. ഈ പൊതു താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് വരുന്നതോടുകൂടി മാലിന്യ സംസ്കരണം നമ്മുടെ ഉത്തരവാദിത്തമൊക്കെ തന്നെയാണ്. എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഈ ജനവാസ മേഖലയോട് ചേർന്നിട്ടുള്ള ഈ പ്രദേശത്തായതുകൊണ്ട് ഈ പ്രദേശത്തെ ജലസ്രോതസ്സുകളൊക്കെ ഇവിടെ നിന്നാണ്. കാരണം ഇതൊരു കുന്നിൻ മുകളാണ്, ഇവിടെ നിന്നാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്കൊക്കെ, അതും ഇവിടെ ജലസ്രോതസ്സുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് മലിനമായ ജലവും അതുപോലെ തന്നെ മലിനമായ വായുവും വരും തലമുറക്ക് അതൊരു വലിയ പ്രശ്നമായി തീരും. ഈ കുത്തക മുതലാളിമാർ ഗ്രീൻ ചാനൽ വഴി ഈ സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതുവഴി രാജ്യത്തെ ജനങ്ങളെ വെല്ലുവിളിക്കാനുമാണ് ശ്രമിക്കുന്നത്. പക്ഷെ എന്ത് വില കൊടുത്തും ഈ രാജ്യത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതുപോലെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ എല്ലാ ജനപ്രതിനിധികളുടെയും കൂട്ടായ ഒരു പ്രവർത്തനമാണിത്. എന്ത് വില കൊടുത്തും ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ തടയും. അതിനാദ്യം തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട, ഈ ഒരു പ്രശ്നം ഇവിടെ എന്തായാലും ഇവിടെ അനുവദിക്കില്ല എന്നുള്ളത്. ഇതിന് 1 വർഷം മുമ്പ് തന്നെ ഇത് തുടക്കം കുറിച്ചപ്പോൾ തന്നെ ഞങ്ങൾ സമരവുമായി മുന്നിട്ടുണ്ട്. 2 ചെറിയ സമരങ്ങൾ ഇതിന് മുന്നേ നടത്തിയിട്ടുണ്ട്. ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ഇതിൻ്റെ ആളുകളെ വിളിച്ച് ഞങ്ങളിവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ മേഖലയിലുള്ള മുതിർന്ന ആളുകളൊക്കെ വെച്ച് ഞങ്ങൾ എല്ലാ ആളുകളും വെച്ച് ചർച്ച നടത്തി. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞത്, നിങ്ങളിവിടെ കമ്പനി കൊടുന്നോളൂ, പക്ഷേ ഈ കോഴി മാലിന്യ ഫാക്ടറി ഒഴിവാക്കിയിട്ട് മറ്റ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള കമ്പനികൾ കൊണ്ടുവരുന്നത് ഞങ്ങളിവിടെ എതിരല്ല. ഇവിടെ ഒരുപാട് കമ്പനികൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, അത് നിങ്ങൾ ബാബു കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികൾ ഇവിടെ ഒരു ജെയ്ത്തൂൻ കോളേജാണ് നിൽക്കുന്നത്, 1000ഓളം കുട്ടികൾ പഠിക്കുന്ന കോളേജ്. ഇതിനപ്പുറത്ത് ബഡ്സ് സ്കൂൾ പഞ്ചായത്തിൻ്റെ വരാൻ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു മേഖലയിൽ പിന്നെ അതിലേറെ ഇതിൻ്റെ വിഷയം എന്താ വെച്ചാൽ ഈ പ്ലാന്റിൻ്റെ ഈ വേസ്റ്റ് ഒഴിവാക്കുന്ന അണ്ടർഗ്രൗണ്ടിലുള്ള
ആ ഇതുണ്ടല്ലോ കട്ടർ അവിടെ നിന്നാണ് ഞങ്ങളുടെ ഈ മേഖലയിലേക്കുള്ള വെള്ളത്തിൻ്റെ ഉത്ഭവം. അവിടെ നിന്നാണ് തുടങ്ങി. ഇവിടെ നിന്നാണ് ഈ ചോല തുടങ്ങുന്നത്. ഈ ചോലയിലുള്ള ഈ വെള്ളം ഇവിടുന്ന് ഈ ഉത്ഭവം അങ്ങനെ വന്ന് ചോലായിട്ട് ചാലിലൂടെ അങ്ങനെ വരികയാണ്. അപ്പോൾ ഇവിടുന്ന് വരെ ഈ വേസ്റ്റ് ആയിരിക്കും ഇനി ആ ചാലിലൂടെ മുഴുവൻ വരിക. അതാണ് ഇവിടുത്തെ നമ്മുടെ ഏറ്റവും ഇതിൻ്റെ സ്മെല്ല് മാത്രമായിരിക്കില്ല, ഞങ്ങളെ കുടിവെള്ളം മുഴുവൻ മലിനമാകാൻ പോകുന്ന ഒരു സംഭവമായതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഇതിനെ എതിർക്കുന്നത്.